എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ആക്ച്വലി നമ്മുടെ ഇലക്ട്രിക് സൈക്കിൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാട്ടോ. അതിന്റെ റിവ്യൂ വീഡിയോ ആസ് സൂൺ ആസ് പോസിബിൾ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എത്ര കിലോമീറ്റർ റോഡും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊഫഷണലി ആൾക്കും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് ഈ യൂട്യൂബ് കൊണ്ടു നടക്കുക എന്നുള്ളത്. അതുകൊണ്ട് അത് കൃത്യമായി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ഇലക്ട്രിക് സൈക്കിളൊക്കെ ടെസ്റ്റ് ചെയ്യും. എത്ര കിലോമീറ്റർ പോവും, കമ്പനി പറഞ്ഞ പോലെ പോകുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോൾ എത്തിയത് ഇരിഞ്ഞാലക്കുട പള്ളി ആ സൈഡിലേക്ക് എത്തിയിട്ടാണ്. ഞാൻ 43 അതിൻ്റെ ഓഡോമീറ്ററിൽ കാട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 57. അപ്പോൾ എത്ര കിലോമീറ്റർ ആയെന്ന് നിങ്ങൾ പറയട്ടോ. സൈക്കിൾ ഓട്ടുമ്പോൾ കണക്ക് കൂട്ടാൻ പാടില്ല എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂട്ടി നിങ്ങളോട് പറയണില്ല. 43 ഇപ്പോൾ 57 കിലോമീറ്റർ ആയിട്ടാണ്. എത്രയാണെന്ന് തഴക്കാൻ വേണ്ടി ഗൈസ്. അപ്പോൾ ഇന്ന് ആക്ച്വലി ഇരിഞ്ഞാലക്കുട വന്നപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ഇരിഞ്ഞാലക്കുട മാർക്കറ്റ് സൈഡാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് മാർക്കറ്റാണ്, ഇരിഞ്ഞാലക്കുട മാർക്കറ്റ് സൈഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ എന്തായാലും ഇതിപ്പോൾ വെറുതെ ഓടിച്ചു വരണത് ഇപ്പോൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ടയർ കടയാണല്ലോ സൈക്കിളിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വെറുതെ ഇത് ഇവിടം വരെ ഓടിച്ച് വന്നു കഴിഞ്ഞാൽ വലിയ വ്ളോഗൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇരിഞ്ഞാലക്കുട ആക്ച്വലി ഞാൻ വന്നപ്പോൾ നമ്മുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു, എലിസ്റ്റിൻ. അപ്പോൾ അവനോട് ചോദിച്ചിട്ട് ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്, പ്രമുഖ നടന്മാരും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യം പറഞ്ഞത് ഇന്നസെൻ്റ് ആണ്. അപ്പോൾ അവരുടെ ഇത് ഇന്നസെൻ്റ് ഇപ്പോൾ മരിച്ചു. അപ്പോൾ അത് അങ്ങനെയാണ്. അപ്പോൾ ബാക്കിയുള്ള ആരൊക്കെ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ വീടിൻ്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോവാം. നമുക്ക് ഇറങ്ങാൻ. ഇലക്ട്രിക് സൈക്കിളാണ്, വലിയ ചവിട്ടി മരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ആക്സിലേറ്റർ കൊടുത്താൽ മതി. ഇതിൻ്റെ ഫുൾ റിവ്യൂ ആയിട്ട് നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരുടെ ഭാഗങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വ്ളോഗ് ആക്കിയിട്ട് എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യണത് ഫസ്റ്റ് ഇടവേള ബാബു. എനിക്ക് തോന്നണത് ഇവിടെ ഇരിഞ്ഞാലയുടെ ഭാഗത്ത് ഫിലിം സ്റ്റാറായിട്ടും അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കുന്നത് ഫസ്റ്റ് ഇടവേള ബാബു ഉണ്ട്, പിന്നെ ടൊവിനോ ഉണ്ട്, ഇന്നസെൻ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ഇവിടെ ഇരിഞ്ഞാലക്കുടയിൽ ആരൊക്കെയുള്ളതിൻ്റെ എൻ്റെ ഇതിലില്ല കേട്ടോ. ഇവർ 3 പേരാണ് എനിക്ക് ഫസ്റ്റ് ഒരു ഇത് വന്നത്. അപ്പോൾ അവരുടെ വീടിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ അവരെയൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ടൊവിനോനെ കണ്ടു കഴിഞ്ഞാൽ നൈസായിരിക്കും ഗൈസ്. ഞാനൊരു ദിവസം ടൊവിനോ സൈക്കിൾ ചവിട്ടുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ആൾ ചവിട്ടണ ആ സൈക്കിൾ ചവിട്ടിയ ഒരു പാടം സൈഡുണ്ട്. അപ്പോൾ അവിടേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കട്ടെ. ഇനിയിപ്പോൾ എങ്ങാനും ഒരു തമ്പനയിൽ കിട്ടിയാലോ സൈക്കിൾ റൈഡിങ് വിത്ത് ടൊവിനോ എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ റേഞ്ച് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അവരെ കാണാൻ പറ്റുമോ നോക്കിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇടവേള ബാബുവിൻ്റെ വീട്ടിലേക്ക് പോകാം. ഈ സൈഡിൽ അങ്ങനെയാണ് കേട്ടോ ഇത് വരണത്. നമ്മുടെ ഞാനിവിടെ പള്ളിയുടെ അടുത്ത് ഇവരുടെ 3 നടന്മാരുടെയും അടുത്തടുത്താണ് കേട്ടോ വരണത്. ആക്ച്വലി ഈ വഴിയിൽ അങ്ങോട്ട് ഞാൻ തോന്നുന്നുണ്ട്. സോറി കേട്ടോ, കണ്ടില്ല, നോക്കട്ടെ കേട്ടോ. ഈ ഭാഗത്തെ എവിടെ അങ്ങോട്ടാണ്. ഞാൻ പണ്ടൊരിക്കലും വന്നിട്ട് എനിക്കിവിടെ ഒരു കസിൻ ഉണ്ട്. നമുക്ക് ഡാഡിയുടെ അനീത്തിയുടെ വീട് ഇവിടെയാണ് കേട്ടോ. അനീത്തിനെ കല്യാണം കഴിച്ചിരിക്കണത് ആൻറ്റിയുടെ വീട് ഇവിടെയാണ്. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ. അപ്പോൾ ആൻറ്റിയുടെ വീട് ഇവിടെയാണ്. അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ പെരുന്നാൾക്കൊക്കെ വന്നിട്ട് ആക്ച്വലി ഇവർ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ചെറിയ പരിചയം ഉണ്ട്. എന്തായാലും നോക്കി നോക്കട്ടെ. എൻ്റെ വീട് സ്മാർട്ടോ, അതിൻ്റെ മഞ്ഞ മതിലാണോ? അത് തറവാടാണോ? ആളുടെ തറവാടല്ലേ? ശരിക്കുള്ള വീട് ഇതന്നെയാണല്ലേ, ഈ മഞ്ഞ മതിൽ. ഇവിടെ ഞാനും പട്ടിയുമായിട്ട് നേർ പോരാട്ടാണ് കേട്ടോ. എനിക്കും പേടിയാണ്, പട്ടിക്കും പേടിയാണ്. ഓക്കെ, എനിക്ക് സൈക്കിളിൽ നിന്ന് കുറേ ചാടി വന്നിട്ടുള്ള കാരണേ. അപ്പോൾ ഇതാണ് കേട്ടോ ആക്ച്വലി വീട് എന്ന് പറയുന്നത്. ഇടവേള ബാബുവിൻ്റെ ഈ മഞ്ഞ പെയിന്റ് അടിച്ചിട്ടുള്ളതാണെന്നാണ് വിശ്വാസം. ഞാൻ ചോദിച്ചപ്പോൾ ഇതാണ് പറഞ്ഞത് കേട്ടോ. ഇടവേള ബാബുവിൻ്റെ വീട് എന്ന് പറഞ്ഞത് ഈ മഞ്ഞ പെയിന്റ് അടിച്ചിട്ടുള്ളതാണെന്നാണ് ഇവിടെ തൊട്ടപ്പുറത്തുള്ള ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ ഇതാണ് വീട്. ഈ സ്മാർട്ട് ഡ്രൈ ക്ലീനേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ തറവാട് അങ്ങനത്തെ ഒരു ഇതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഈ ഇടവേള ബാബുവിൻ്റെ ഇത്. എല്ലാവരുടെ വീട് ഇപ്പം ഞാൻ വന്നിട്ടുള്ള ഇരിഞ്ഞാലക്കുട സൈഡിൽ വന്നിട്ടുള്ള എല്ലാവരുടെ വീടും തൊട്ട് അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ എല്ലാവരുടെ വീടും. പിന്നെ പള്ളിയുടെ ആ സൈഡിലും കാര്യങ്ങളൊക്കെയാണ്. പള്ളിയുടെ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ എല്ലാവരുടെയും വീട്. റോങ് ഇഫ് ഐ എം തെറ്റാണെങ്കിൽ തിരുത്താം. അപ്പോൾ ഇതാണ് ഇത്. പിന്നെ ഇവരുടെ ഇതൊന്നും ഉണ്ട് കേട്ടോ. ഇത് പഞ്ചായത്താ അങ്ങനെ എന്തോ സംഭവം കേട്ടോ. അത് പഞ്ചായത്തല്ലല്ലോ, നഗരസഭാ കാര്യാലയം. എന്തൊരു ഹൈഡ്രജൻ ബലൂണൊക്കെ നിറച്ചുകൊണ്ടുണ്ടല്ലോ. ഹൈഡ്രജൻ ബലൂണുണ്ട്. ഇത് പള്ളി അതിൻ്റെ ഫ്രണ്ടിലുള്ള ചെറിയ ഗ്രൗണ്ടും കാര്യങ്ങളും. അടുത്തത് നമുക്ക് ഇനി ആക്ച്വലി
ടോവിനോൻ്റെ വീടിൻ്റെ അവിടേക്ക് പോവാട്ടാ. ആ ഭാഗം ചെയ്യാം. അപ്പോഴേക്കും ഏകദേശം എനിക്കിതൊരു മാക്സിമം എത്ര കിലോമീറ്റർ ആണെന്ന് അറിയണം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടോവിനോൻ്റെ വീടും എവിടെയാണെന്ന് തപ്പി കണ്ടുപിടിച്ചിട്ട് നമുക്ക് പോവാട്ടോ. അപ്പോൾ ഈ ഗ്രൗണ്ട് വലം വെച്ചിട്ട് നമ്മൾ ആക്ച്വലി പോവാണ്. പണ്ടൊക്കെ ഞാൻ അവിടെ പാർക്കിൽ ഞങ്ങൾ പിള്ളേരുകളെല്ലാവരും കൂടി വന്നിട്ട് ഞാൻ പറഞ്ഞ ആൻറ്റിയുടെ മക്കളുടെ ഒപ്പം വന്ന് ചെറിയൊരു ഓർമ്മയുണ്ട്. ഇവിടെ നല്ല വ്യൂ ഉണ്ടല്ലോ, കാര്യാലയം നഗരസഭ, ഞാനിവിടെ നഗരസഭയുടെ കാര്യാലയത്തിൽ നല്ല വ്യൂ ഉണ്ട് ഇവിടെ നിന്ന്. എൻ്റെ പൊന്നെ, ഈ സാധനം ഈ സിന്ധു സിനിമാ തിയേറ്റർ കേട്ടോ. സിന്ധു തന്നെയല്ലേ, ബിന്ദു അല്ലല്ലോ, സിനിമാ തിയേറ്റർ തന്നെയല്ലേ. അതെ, ഇത് ഇത്ര വലിയ ഇതാക്കിയത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ പിന്നെ ആകെ റിനോവേറ്റ് ചെയ്ത് ആകെ മാറിയിട്ടാണ്. ഞാൻ പണ്ടെൻ്റെ ഓർമ്മയിലുള്ള തിയേറ്റർ ഇതല്ല, സിനിമ തിയേറ്റർ തന്നെയല്ലേ ഇത്. അതേന്ന് കൊണ്ടിട്ടാ. അതെ, എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഇവിടെ ഒരു സിനിമ തിയേറ്റർ ആയിരുന്നു പണ്ട്. ഭയ്യോട് ചോദിച്ചേക്കാം, भैया वो सिनेमा थिएटर है वो वो क्या है बिल्डिंग? विवाह भवन है। हाँ, विवाह भवन वो शादी होता है जे शांति. हाँ शांति. इसके लिए एक सिनेमा थिएटर नहीं है. नहीं है सिनेमा थिएटर तो उधर ना है. उधर ഓക്കെ. ഞാനും വിചാരിച്ച് ഇത് അതല്ല ഗൈസ്, ഇത് കൺവെൻഷൻ സെന്റർ ആണ് കേട്ടോ. സോറി അളിയാ. എനിക്ക് ഈ ഭാഗത്തൊരു ഇത് ഓർമ്മയുണ്ടായിരുന്നുണ്ട്, അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. അത് കൺവെൻഷൻ സെന്ററാണ്. ഞാൻ വിചാരിച്ചു അവിടെ ഫോട്ടോസും പോസ്റ്ററും കാര്യങ്ങളൊന്നും ഇല്ല. ഫസ്റ്റ് തന്നെ കയറി, അപ്പൊ എനിക്കതാ ഡൗട്ട് അടിച്ചത്. ആ ഭാഗത്തൊരു ഇതുണ്ട്, ആള് പറഞ്ഞ തൊട്ടപ്പുറത്ത് ഉണ്ടെന്നാണ്. സോ ആദ്യമായിട്ടുള്ള പേര് എനിക്കറിയില്ല. സോ ഞാൻ ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ്. അപ്പൊ ഇനി നമുക്ക് നേരെ ടോവിനോന്റെ വീടിന്റെ ഭാഗത്തേക്ക് പോകാൻ. ടോവിനോന്റെ വീട് ഇവിടെ നിന്ന് 280 മീറ്റർ ആ സൈഡിലേക്കാണ് കാട്ടുന്നത് കേട്ടോ. അപ്പോൾ ആളുടെ അവിടേക്ക് പോയി നോക്കി നോക്കാം. നേരത്തെ പറഞ്ഞോളാം, ഇനിയിപ്പോൾ ടോവിനോനെ എങ്ങനെ കാണുകയാണെങ്കിൽ ഒരുമിച്ച് ഒരു സൈക്കിൾ റൈഡ് അങ്ങനെ എന്തെങ്കിലും ഞാൻ പ്രതീക്ഷിക്കണത്. നിർബന്ധമില്ല, എന്തായാലും നോക്കി നോക്കാം ഗൈസ്. സർക്കാസ്റ്റിക്കലി പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെ നിന്ന് തിരിഞ്ഞിട്ടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് നമ്മുടെ ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഇരിഞ്ഞാലക്കുട പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ വഴിയിൽ നിന്ന് വന്നിട്ടുള്ള ഇതുണ്ട്. അത് തന്നെയാണോ ഈ റൂട്ടെന്ന് അറിയില്ല കേട്ടോ. വീണു പോയത് ബസ്സും കാര്യങ്ങളൊക്കെ, പ്രൈവറ്റ് ബസ്സും കാര്യങ്ങളൊക്കെ വരുന്നു കേട്ടോ. നമുക്ക് ഈ വഴി അവിടെ വിടാം. ഇറക്കാട്ടോ. നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം, ചാർജ്. എനിക്ക് തിരിച്ച് അങ്ങോട്ട് പോകേണ്ടത്, വീട്ടിലേക്ക് എത്തേണ്ടത്. അപ്പോൾ വെയിലാവണേക്കാട്ടും മുന്നേ പോകണം. എനിക്ക് വെയിലത്ത് ചവിട്ടാൻ ഒട്ടും താല്പര്യമില്ല. രണ്ട് വഴി ഡീവിയേറ്റ് ആവുണ്ടല്ലോ. ഉണ്ട് ബാക്കിലൊരു പ്രൈവറ്റ് ബസ് ഉണ്ട്, ഒന്ന് സൈഡാക്കട്ടെ കേട്ടോ. എൻ്റെ അമ്മ, പ്രൈവറ്റ് ബസ് പാണ്ടിലോറി. പ്രൈവറ്റ് ബസ്സും ലോറികളൊക്കെ വൻ സീനാണ് കേട്ടോ. ഒന്ന് ഒതുങ്ങി കഴിഞ്ഞ് ഈ വഴി അങ്ങോട്ട് ആണെന്നാണ് ബസ് സ്റ്റാൻഡ് വഴി. എനിക്ക് ആ ബസ് സ്റ്റാൻഡാണ് എൻ്റെ മനസ്സിലുള്ളത്, ഒരു പ്രൈവറ്റ് സ്റ്റാൻഡ്. ദേവി അടുത്ത ബസ് ഇലക്ട്രിക് ആയതുകൊണ്ട് പിന്നെ ചവിട്ടി മരിക്കണ്ട. ഇങ്ങനെ വളവിൽ നിന്നിട്ട് ആരും ക്രോസ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ, ബ്ലൈൻഡ് സ്പോട്ടാണ്. സോ പണി വരണ ഇതറിയില്ല. ദേവി കയറുന്നില്ല, വണ്ടി കയറുന്നില്ലേ ദേവി. അയ്യോ, ഓഫാണല്ലേ, മോട്ടർ ഓഫാണ്. സോറി, ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യാൻ മറന്നു. അപ്പോൾ ഈ വഴിയിലാണ് പോയിട്ടാണ് കേട്ടോ ഇത് വരണത്. ഞാനിതൊന്ന് ഓൺ ചെയ്യട്ടെ. ചവിട്ടിയിട്ട് അങ്ങനെ സാധനം നീങ്ങില്ല കേട്ടോ. കാണാം ഊസീസേ പെഡലിങ്, ക്രൂയിസ് കൺട്രോളിന് 2 കൈ വേണം. തൽക്കാലം ആക്സിലേറ്റർ കൊടുത്ത് പോവാം. അപ്പോൾ ഇവിടെ എവിടെയാണ്, ഈ ഭാഗത്ത് എവിടെയാണ് കേട്ടോ, ഒരു വളവിലൊക്കെ ആയിട്ടാണ് ഞാൻ കണ്ടിരിക്കണത്. അപ്പോൾ ആക്ച്വലി ഇതൊക്കെ പണ്ടത്തെ ഒരു ഓർമ്മ വെച്ചിട്ടുണ്ട് ഞാൻ ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയണത്. ഞാൻ എന്നും ഇങ്ങനെ സിനിമ കാണന്മാരുടെ വീട് തപ്പി നടക്കലല്ല പണി. അതുകൊണ്ട് എനിക്ക് ഇതാ ഈട്ടി, അതന്നെ ഗൈസ്, ഇല്ലിക്കൽ ഹൗസ്. അതെ ഇത് തന്നെയാണ് കേട്ടോ, ഇല്ലിക്കൽ ഹൗസ് അഡ്വക്കേറ്റ്. അതെ, ആരോടൊന്ന് ചോദിച്ച് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ടൊവിനോ തോമസ് എന്നല്ലേ, അവിടെ തോമസ് തന്നെയാണ് എഴുതിയിരിക്കണേ. എൻ്റെ WT ഓട്ടോ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ. നൈസായിട്ടില്ല, നല്ല ഭംഗിയായിട്ടില്ല. അത് ഇത് തന്നെയുണ്ട്. ചേച്ചി, ഈ ടൊവിനോൻ്റെ വീട് തന്നെയല്ലേ? അത് തന്നെയല്ലേ? ഓക്കെ, അത് കഴിച്ച് ഇത് തന്നെയാണ് ടൊവിനോൻ്റെ വീട്. ET തോമസ്. വലിയ മതിലാണല്ലേ ഈശോ, ബ്ലൈൻഡ് സ്പോട്ട്. ഇതാണ് ടൊവിനോൻ്റെ വീട്, ET തോമസ് അഡ്വക്കേറ്റ്. സോ ടൊവിനോൻ്റെ വീടിൻ്റെ ഭാഗത്തേക്കും നമ്മൾ കറങ്ങി തിരിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ. ടൊവിനോൻ്റെ വീട്ടിലെത്തി.
കണ്ടിട്ട് കാറുകൾ കണ്ടിട്ടൊന്നും അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആൾ ഫുള്ള് ഡസ്റ്ററും പിന്നെ ഫോക്സ് വാഗണിൻ്റെ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ, മിനി കൂപ്പർ അതൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ പൊക്കോ, യു ഗൈസ് പ്രൈവറ്റ് ബസ് പൊക്കോളൂ. ഈ ബസ്സിലിരുന്ന് പോയിട്ടുള്ള ഓർമ്മയിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ഒരു ബസ് റൂട്ടാണ് ഇതെന്ന് പറഞ്ഞത്. അപ്പോൾ ടോവിനോൻ്റെ വീട്ടിലെത്തി ഗൈസ്. നമുക്ക് നമ്മുടെ സ്വന്തം ഇന്നസെന്റ് എന്ന് പറഞ്ഞ നടന്റെ വീടിന്റെ ഇതിലേക്ക് പോകാട്ടെ. നമ്മുടെ സ്വന്തം ഇന്നസെന്റ് അങ്കിൾ, ഇന്നസെന്റ് പറഞ്ഞ പോരെ, ആരും പേരിന്റെ ഒപ്പത്ത് വിളിച്ചിട്ട് നമ്മൾ നോർമലി അങ്ങനെയല്ല പറയാ, ഇന്നസെന്റ് ടൊവിനോ അല്ലെങ്കിൽ ടൊവിനോ ചേട്ടൻ അല്ലെങ്കിൽ ഇന്നസെന്റ് അങ്കിൾ, അങ്ങനെ നമ്മൾ പറയില്ലല്ലോ. ഇപ്പോ എന്താ പറയാ, അങ്ങനെയല്ല പറയാ, അതുകൊണ്ടാണ് കേട്ടോ. സോ ഈ ഇന്നസെന്റ് ആളുടെ വീട് എനിക്ക് എവിടെയാണെന്ന് അറിയില്ല. ഈ ഭാഗത്താണ്. നമുക്ക് റൗണ്ട് അടിക്കണം കേസ്, മാക്സിമം നമുക്ക് റൗണ്ട് അടിക്കണം കേട്ടോ, വെയിലും കൊള്ളാൻ പാടില്ല. അപ്പോൾ മാക്സിമം റൗണ്ട് അടിച്ചിട്ടൊരു 60 കിലോമീറ്ററായി നമ്മൾ ഈ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി ബാറും കാര്യങ്ങളൊക്കെയാണല്ലോ. സോ നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അയ്യോ ഫുള്ള് ഇരുട്ടായി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം റൗണ്ട് അടിച്ചിട്ട്. ഇത് രാജീവ് ഗാന്ധി മുനിസിപ്പൽ ടൗൺ ഹാളാണ് കേട്ടോ ഇരിഞ്ഞാലക്കുട ഉള്ളത്. ഇരിഞ്ഞാലക്കുടക്കാർക്ക് അതേ കഴിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഇതിൻ്റെ കാര്യം, പ്രൈവറ്റ് സ്റ്റാൻഡ്. ആ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഇതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഞാൻ പണ്ട് ആൻറ്റിയുടെ അവിടേക്ക് വരുമ്പോൾ, അമ്മാമ്മയുടെ ഒപ്പം വീട്ടുകാരുടെ ഒപ്പം വരുമ്പോൾ ഇവിടെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഡാണാവ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആണ് തിരിച്ച് പോവാറും കാര്യങ്ങളും. പിന്നെ നമ്മുടെ ഒരു കസിന് ഇവിടെ ഒരു ആർട്ട് കഫേ എന്ന് പറഞ്ഞിട്ടൊരു കഫേ ഉണ്ടായിരുന്നു കേട്ടോ ഇരിഞ്ഞാലക്കുടയിൽ. ഇപ്പോൾ അത് മാറ്റി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇരിഞ്ഞാലക്കുടയായിട്ട് ബന്ധമുണ്ട്. ഇവിടെ കൂടൽമാണിക്യം ക്ഷേത്രം, ഇതാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ ഇത് കേട്ടോ. ഇതാ ചേട്ടാ, ഇവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് എന്തോരമുണ്ട്? ആ കാണുന്നതല്ലേ? അധികം ദൂരമില്ല അല്ലേ ഇവിടെ നിന്ന്, തൊട്ടപ്പുറത്തുള്ളൂ അല്ലേ? ഇവിടുന്ന് അധികം ഇല്ല കേസ്. പിന്നെ ഇവിടെ വേറൊരു സംഭവം ഉള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, പക്ഷേ ഷുഗറിൻ്റെ ഇതുള്ള കാരണം അല്ലെങ്കിൽ ഞാനത് പോയി ട്രൈ ചെയ്തിട്ടുണ്ട്. പ്രിയ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്, പ്രിയ. അത് അടച്ചിട്ടിരിക്കുകയാണോ എന്താണ്, പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, കുറച്ച് നാളായിട്ട് ഞാൻ ഷുഗർ കട്ട് ചെയ്തിട്ട് എക്സസൈസ്, ഷുഗർ കട്ടിങ്, ഡയറ്റും നടക്കില്ല കേട്ടോ. അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കും. നമുക്ക് ട്രിപ്പ് പോകുമ്പോൾ അതിനുള്ള ആരോഗ്യം ഉണ്ടാവില്ല കേട്ടോ. ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാരണം നമുക്ക് വലിയ ഫുഡ് ഡയറ്റ് എടുത്തതിന് ശരിയാവില്ല എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഷുഗർ കട്ട് ചെയ്യുന്നുണ്ട്. ഷുഗർ കട്ട് ചെയ്താൽ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് കുറേ റിപ്പോർട്ട് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഇവിടെ പ്രിയ ബേക്കറി എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട്. ഈ ബേക്കറി ഇവിടെയാണ് ഞാൻ ആദ്യം, ഇപ്പോൾ എല്ലായിടത്തും കിട്ടും, നമ്മുടെ ഗ്രേപ്പിൻ്റെ ഒരു ജ്യൂസ് ഉണ്ട്, ഗ്രേപ്പ് ഇതുകളൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കഴിച്ചത്, ആദ്യം എനിക്ക് തോന്നുന്നത് ഇവരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ, ഗ്രേപ്പിൻ്റെ ഇറക്കിയത് തൃശ്ശൂർ ഭാഗത്ത്. അത് കഴിഞ്ഞിട്ടാണ് ലോക്കൽ ഓരോ ക്ഷേത്ര ഇതിലേക്കും ഓരോ സ്റ്റാളുകളൊക്കെ ആയിട്ട് വന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ആദ്യമായിട്ട് ഗ്രേപ്പിൻ്റെ ജ്യൂസ് ഇവിടെ നിന്നാണ് കുടിച്ചിരിക്കുന്നത്. ശരിക്കും ഗ്രേപ്പിൻ്റെ പ്രോപ്പർ ഗ്രേപ്പ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഗ്രേപ്പ് ജ്യൂസ് അടിക്കില്ല, ഗ്രേപ്പ് ഉണ്ടാവും അതിൽ, ഷുഗറിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ അത് ആദ്യമായിട്ട് ഇവിടെ നിന്നാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഓർമ്മകളുണ്ട്. ഇനി നേരത്തെ പറഞ്ഞോ ഇന്നസെൻറ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവിടേക്ക് നമുക്ക് പോവാൻ കഴിച്ചു. പ്രൈവറ്റ് ബസ് സീനാണ്. ആകെ കൂടി സൈക്കിള് ചവിട്ടുമ്പോൾ പണി വരണത് 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് പ്രൈവറ്റ് ബസ്സും പിന്നെ പട്ടികളും. രാത്രി 2 മണിക്ക്, പുലർച്ചെ 2 മണിക്ക് മൂന്നാർക്ക് സൈക്കിളൊക്കെ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടികളുടെ കാര്യത്തിലൊക്കെ ഏകദേശം എന്താണ് പറയണതൊക്കെ മനസ്സിലാവും കേട്ടോ. നമ്മുടെ ഒരു ബ്ലോഗിലുണ്ട്, മൂന്നാറിലേക്ക് പുലർച്ചെ 2 മണിക്ക് കയറിയിട്ട്. അവിടെ നിന്നാണ് എനിക്ക് ഫസ്റ്റ് ആ ഒരു പേടി ഉള്ളിലേക്ക് കയറിയത് കേട്ടോ. പട്ടികൾ കടിക്കാൻ വരുന്ന ആ ഒരു പേടി എനിക്ക് ഉള്ളിലേക്ക് കയറിയത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ ബസ് സ്റ്റാൻഡ് ആ റൂട്ടിലേക്ക് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു 20 ആവറേജ് സ്പീഡും വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും തപ്പി കണ്ടുപിടിച്ചൊരു ഐഡിയ കിട്ടിയിട്ട് ഞാൻ നോക്കട്ടെ. ചോദിച്ചറിഞ്ഞപ്പോൾ സ്ലിപ്പായതാണ്, സോറി. ചോദിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞത് ഈ റൂട്ടിൽ കൂടെ പോയിട്ടാന്നുള്ള രീതിയിലാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ എനിക്കൊരു ലൊക്കേഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതും വെച്ച് നോക്കിയപ്പോൾ ഇവിടെ അടുത്തൊക്കെ തന്നെയാണ്. ഒരു മലയുടെ പ്രദേശം മേലാവുന്നു കേട്ടോ. ഫുള്ള് ക്ലൈമ്പ് കഴിച്ചു, ഫുള്ള് ക്ലൈമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ക്ലൈമ്പ് ഉണ്ട് കേട്ടോ ഈ വഴി, ഞാൻ വന്ന വഴിയിൽ. അപ്പോൾ ഇവിടെ എവിടെയാണ് ആളുടെ ഇന്നസെൻ്റായിട്ടുള്ള ഇത് വരുന്നത്, വീട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പള്ളിയിലേക്ക് ആളുടെ ഇതൊന്ന് കാട്ടിത്തരാം കേട്ടോ. അതും കാണേണ്ട ഒരു സംഭവമാണ് എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്.
അപ്പോൾ ഇവിടെ എവിടെ ഞങ്ങളാണ് ഈ റൂട്ടിൽ ഞങ്ങളാണ് പറഞ്ഞത് കേട്ടോ ഗൈസ്. നമ്മൾ വീണ്ടും ആ മാർക്കറ്റില്ലേ, നേരത്തെ കണ്ട മാർക്കറ്റ്, ഈ വഴി കൃത്യമായിട്ട് അറിയാത്ത കാരണം വീണ്ടും ആ മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡിലേക്ക് എത്തിയിട്ട്. ബ്രോ ഇന്നസെന്റിന്റെ വീട് എവിടെയാ? ആ ഇവിടുന്ന് നേരെ പോയിട്ട് ആ റെഡ് കാർ വീടപ്പുറാണല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ അവിടെയാണ് വീട് എന്നാണ് പറഞ്ഞത് കേട്ടോ. ദേ അവിടെ ഒരു റെഡ് കാറ് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു വലിയ ഗേറ്റും ഇതുണ്ട്. അപ്പോൾ അവിടെയാണ്. സോ ഇതാണ് കേട്ടോ മാർക്കറ്റ്. നമ്മൾ വഴി തെറ്റി നേരത്തെ പറഞ്ഞോണം വീണ്ടും നമ്മൾ വേറെ കറങ്ങി തിരിഞ്ഞിട്ടാണോ ഞങ്ങൾ 2 കിലോമീറ്റർ കാട്ടണ്. അവർക്കറിയില്ലല്ലോ ഞാൻ സൈക്കിളിൽ ഞാൻ കൂടി കൂടെ കയറുന്നു മാപ്പിന്. അപ്പോൾ ഇവിടെ എവിടെയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെയൊക്കെ നല്ല നല്ല വീടുകളാണല്ലോ. നൈസ് വീടല്ലേ? ചെറിയ വീട്. എനിക്ക് വലിയ വീടുകളൊന്നും ഇഷ്ടമല്ല നൈസ്. എനിക്കിങ്ങനെ ഒതുങ്ങിയ ക്യൂട്ടായിട്ടുള്ള വീടുകളുണ്ട് കേട്ടോ. അടിപൊളി നൈസ്. അതെ, റെഡ് കാറ് കഴിഞ്ഞ് 2-3 വീട് അപ്പുറം ഷാജു ജോസഫ്. ഇതല്ലല്ലോ ഈ വീടല്ല കേട്ടോ. വലിയ ഗേറ്റായിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നണത് ഈ വൈറ്റ് കാറിൻ്റെ അവിടെ ആയിരിക്കുന്നതാണ്, ഇതാകുന്നതാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ആ ഗൈസ്, ഇത് തന്നെയാണ് കേട്ടോ ഇന്നസെൻറ്റ്. ആ ഗൈസ് ഇത് തന്നെയാണ് കേട്ടോ ഇന്നസെൻറ്റിൻ്റെ വീട്. നൈസ്. വലിയ ഗേറ്റായിട്ട് ഒരു പട്ടിക്കുട്ടി ഉണ്ട് കേട്ടോ അവിടെ. നല്ല വീട് ഗൈസ്, അടിപൊളി. ഇതാണ് പാർപ്പിടം എന്നാണ് കേട്ടോ പേര്. അടിപൊളി. അപ്പോൾ ഇന്നസെൻറ്റിൻ്റെ വീട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ കാണുന്നത്. ഇന്നസെൻറ്റിൻ്റെ വീട് പാർപ്പിടം. സോ ഇന്നസെൻറ്റിൻ്റെ വീടും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ഇനി ആക്ച്വലി ഇന്നസെൻ്റെ കല്ലറ കാണാൻ വേണ്ടി പോകട്ടെ. ഇവിടെ പള്ളിയിലാണ് കല്ലറയും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നസെൻ്റെ പാർപ്പിടം നമ്മൾ കണ്ടു. ഇതാണ് ഇന്നസെൻ്റെ പാർപ്പിടം വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നേരെ ഇവിടുന്ന് വിട്ടിട്ട് കല്ലറ പള്ളിയിലേക്ക് പോകട്ടെ. പള്ളിയിലാണ് ഇന്നസെൻ്റ്. ഞാനവിടെ പള്ളിയിൽ തന്നെയാണ് അടക്കിയിരിക്കുന്നത്. അയ്യോ മോട്ടർ ഓണായില്ലല്ലോ. സ്റ്റാർട്ട് ചെയ്യൂ സിസ്റ്റർ, കമോൺ. അയ്യോ ഇത് പവർ കൊടുത്തിട്ടില്ല കേട്ടോ. ഒരു മിനിറ്റ് പവർ ഞാൻ കൊടുക്കട്ടെ, എന്നാലും മോട്ടർ വർക്കാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടേക്ക് പോകട്ടെ. നമുക്ക് പള്ളിയിലേക്ക് പോകാൻ നേരം. പള്ളിയിലേക്ക് പോയിട്ട് ഇന്നസെൻറ്റിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഒന്ന് അവിടെ അതുകൂടി കണ്ടിട്ട് നമുക്ക് പയ്യെ തിരിയാം കേട്ടോ. ഇപ്പോൾ 63 കിലോമീറ്ററായി. മൊത്തം നമുക്കൊന്ന് കറങ്ങിയിട്ട് പോകാൻ കഴിച്ചു. അത് തന്നെയാണ് ഇന്നത്തെ വ്ളോഗ്. ആക്ച്വലി ഇന്നലെ രാത്രി കൂടി നമ്മൾ ഇന്നസെൻറ്റിൻ്റെ സിനിമയിലത്തെ ഓരോ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചിരിച്ച് അടിപൊളിയായിരുന്നുള്ളൂ കൂട്ടുകാരൊക്കെ പോയിട്ട്. അപ്പം ഇപ്പോഴും നമ്മൾ ഇന്നസെൻറ്റിൻ്റെ ഓർക്കുന്നുണ്ട്. ഇന്നസെൻറ്റ് എന്നുള്ള ഒരു നടൻ എന്നുള്ള ഇതുകളുടെ ആൾ ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ കൂട്ടുകാരൊക്കെ ഇന്നസെൻറ്റിൻ്റെ ഓരോ കോമഡികളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് കൗണ്ടറൊക്കെ അടിച്ച്. അപ്പോൾ അങ്ങനെയും ഇതൊരു ഓർമ്മയുണ്ട്. ഇന്നലെ എനിക്ക് പെട്ടെന്ന് ഓർത്തപ്പോഴേ ഇന്നലെ ഇതേപോലെ പറഞ്ഞല്ലോ നമ്മൾ ഇന്നസെൻറ്റിൻ്റെ ഓരോ തമാശകൾ. അപ്പോൾ ഇന്നസെൻറ്റ് എനിക്ക് തോന്നുന്നു 100-ന് മേലെ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എത്ര ചിത്രങ്ങളാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇന്നസെൻറ്റ് ആളുടെ സിനിമ ഏതാന്നുള്ളത്. എൻ്റെ ഓർമ്മ എനിക്ക് 100-ന് മേലെയൊക്കെ എന്തൊരു ഇതുണ്ടോ 10 തൊട്ടുള്ള ഇതല്ല, എൻ്റെ ഓർമ്മ ശരിയാണ് കേട്ടോ. സോ നിങ്ങൾക്ക് അറിയാൻ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് കൃത്യം എത്ര സിനിമകളൊന്നും കാര്യങ്ങളൊന്നും ഓർമ്മയില്ല കേട്ടോ. നമ്മളിപ്പോൾ വീണ്ടും ആ ഒരു മാർക്കറ്റ് റോട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെയാണ് പള്ളി. ഞാൻ കറങ്ങി തിരിഞ്ഞ് 2-3 കിലോമീറ്റർ ചവിട്ടിയിട്ടുണ്ട് വന്ന്. ദൈവം തൊട്ടപ്പുറത്തായിരുന്നു അല്ലേ. എനിക്ക് എല്ലാവരും അടുത്താണെന്നറിയാം, പക്ഷെ എത്രത്തോളം അടുത്താണ് എവിടെയാണെന്ന് ആക്യുറേറ്റായിട്ടുള്ള ലൊക്കേഷൻ എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വേറെ ഓരോരുത്തരുടെ സ്ഥലത്തേക്കല്ലേ പോയേ. നമ്മൾ മാർക്കറ്റ് നേരത്തെ ഇടവേള ബാബുവിൻ്റെ അവിടേക്ക് നമ്മൾ മാർക്കറ്റിൻ്റെ അവിടേക്ക് എടുത്തില്ലേ, ആ വഴിയിലേക്ക് ഇനി തിരിച്ചെത്തി കേട്ടോ. സോ ഇന്നസെൻറ്റിൻ്റെ ഓർമ്മകൾ കാണുന്നവർക്ക് വേണ്ടി പോവാം. പള്ളിയിലേക്ക് പോവാം കേട്ടോ. പള്ളിയിലാണ് കല്ലറ കാര്യങ്ങളൊക്കെ. പള്ളിയുടെ അവിടേക്ക് പോവാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇരിഞ്ഞാലക്കുട പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇരിഞ്ഞാലക്കുട പള്ളി. നമ്മൾ ആക്ച്വലി ഇതൊക്കെ വ്ളോഗിൽ കാട്ടിയിട്ടുണ്ട് കേട്ടോ. ഡെയിലി വ്ളോഗ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ആ വ്ളോഗിൽ നമ്മൾ കാട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ പെരുന്നാൾക്ക് വന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിൽ കൂടെയാണ് നടന്നു പോയത് തൊട്ടപ്പുറത്തെ വഴിയിലേക്ക്. അപ്പോൾ ഇതിൽ കൂടെ തന്നെ സൈക്കിളിൽ അവിടെ പോകാൻ പറ്റുമെന്ന്. പിന്നെ സെക്യൂരിറ്റിക്കാരെന്നും നമുക്കൊരു ഭീഷണിയാണല്ലോ. ഇതിൽ കൂടെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇരിഞ്ഞാലക്കുട പള്ളി. ഇതിൻ്റെ സിമിത്തേരി സൈഡ് കാര്യങ്ങളൊക്കെ അപ്പുറത്തെ വേറെ ഏതോ അപ്പുറത്തെ സൈഡിലാണെന്ന് തോന്നിട്ടോ. ഞാൻ കഴിഞ്ഞ വട്ടം വന്നിട്ടുള്ളൊരു പരിചയം മാത്രമേ ഉള്ളൂ എനിക്ക്. അത് ഈ വഴി കൂടെ അങ്ങോട്ട് പോയിട്ടാണ്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് സംഭവം ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇത് ഇപ്പുറത്ത് ഇരിഞ്ഞാലക്കുട പള്ളി. ഇത് വേറെ ഏതോ പള്ളി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കസിൻസിൻ്റെ ഒപ്പം വന്ന് പറഞ്ഞിട്ട്
എന്തോ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പള്ളിയുടെ എന്തോ പേരും കാര്യങ്ങളൊക്കെ ഏട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെപ്പള്ളി അങ്ങനെ എന്തോ പള്ളിയുണ്ട്. നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ. എൻ്റെ വായിൽ ഇപ്പോൾ അത് വരുന്നില്ല. അപ്പോൾ 2 പള്ളിയുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങളാണ് ഇവരുടെ സിമിത്തേരി വരുന്നത്. നമ്മൾ ഇതിൽ ഇലക്ട്രിക് സൈക്കിളിൽ സാധനം പോവാട്ടോ. ദൈവ അച്ഛൻ ആ ലാസ്റ്റ് അല്ലേ ആ ഭാഗത്ത് എഴുതിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. നമ്മൾ അന്നൊരു വട്ടം വന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ ഇന്നസെൻറ്റിൻ്റെ കല്ലറയും കാര്യങ്ങളും. അപ്പോൾ ഞാൻ വ്ളോഗിൽ കാട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് 2 ഓഡിയൻസ് ഉള്ളത്. വ്ളോഗിൽ ഒരു ഓഡിയൻസ്, അതുപോലെ തന്നെ ഇതിലും വേറെ ഓഡിയൻസ് ഇട്ട്, അങ്ങനെ 2 ഓഡിയൻസ് ആയിട്ടുള്ളത്. സോ അന്ന് കാട്ടിത്തരാൻ, അന്ന് വ്ളോഗിൽ കണ്ടവർക്ക് 2 ഇതായതുകൊണ്ട് അടച്ചോക്കാണോ ദൈവം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒറ്റയ്ക്ക് കയറണം. ഈശ്വര കാക്കടേ അറ്റത്തിൻ്റെ അതേ മൂലയിൽ എനിക്ക് ഓർമ്മയുണ്ട്. ദൈവേ ആരുടെ മേത്തും ചവിട്ടി വെച്ചിട്ടില്ല. ഇത് തന്നെയാണ് ഇന്നസെൻറ്റിൻ്റെ ഇത് കല്ലറ വരണത്. ഇത് ചെയ്യത്ത് ഇന്ന് 2 വീട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇത് തുടരാം കേട്ടോ. ഇതാണ് ഇന്നസെൻറ്റിൻ്റെ കല്ലറയും കാര്യങ്ങളൊക്കെ വരണത്. അതിൽ കുറേ ഇതുകൾ ആളുടെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. ഇത് മറ്റേ വേഷം സിനിമയിലത്തെ അങ്ങനെ ഓരോരോ ക്യാരക്ടേഴ്സ്. മണിച്ചിത്രത്താഴിലത്തെ ക്യാരക്ടർ, മണിച്ചിത്രത്താഴിലത്തെ 2-3 വട്ടം ക്യാരക്ടർ ഉണ്ട്. പിന്നെ കന്നാസും കടലാസും എന്ന് പറഞ്ഞിട്ടുള്ളത്, പിന്നെ കിലുക്കത്തിലത്തെ ഒരു ക്യാരക്ടർ, അങ്ങനെ ഓരോരോ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ. ചിറയത്ത് തെക്കേത്തല വറീദ് മകൻ ഇന്നസെൻറ്റ്, സിനിമാ നടൻ, എക്സ് MP ആണ് കേട്ടോ. ജനനം 1948 മരിച്ചത് 26/3/2023 കേട്ടോ. അപ്പോൾ പാവനസ്മരണയ്ക്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു കല്ലറയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഫുള്ള് ഇതായിട്ട് കേട്ടോ. സോ നിന്ന് പ്രാർത്ഥിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നിട്ടാണ് വീഡിയോ എടുത്തത്. സോ ഇങ്ങനൊരു കല്ലറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടുന്ന് വേഗം ഇറങ്ങട്ടെ കേട്ടോ, ഞാൻ ഒറ്റയ്ക്കുള്ളതിൻ്റെ ഉള്ളിൽ. സോ ഗൈസ് നമ്മൾ കറങ്ങി വന്നപ്പോൾ ഇന്നസെൻറ്റ് ഹൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിങ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ അവിടെ നോക്കിയാൽ ഐ ലവ് ഇന്നസെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് നോക്കിയാൽ മറ്റേ ഓരോ സ്ഥലത്തിൻ്റെ ലൈക്ക് ഇരിഞ്ഞാലക്കുട ഒരു ഇതാണ് കേട്ടോ. ശരിക്കും ഒരു ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടു, ഐ ലവ് ഇന്നസെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. നോർമലി ഓരോ സ്ഥലത്തിൻ്റെ പേരും കാര്യം ഇന്നസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാം തിരിഞ്ഞാലക്കുടയാണെന്ന്. അതുകൊണ്ട് നോക്കി ഐ ലവ് ഇന്നസെൻറ്റ് ആ ഒരു ഇതിൽ ഒരു ബിൽഡിങ്ങിൽ ഇങ്ങനെ കണ്ടിട്ട്. എൻ്റെ പൊന്നെ, ആൾക്കാർ എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആണ് ആളുടെ പേരിൽ എന്നൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട്. ഇങ്ങനെയൊക്കെ ഒരു ഇത് വരണമെങ്കിൽ സീൻ അടിപൊളി കേസ്. ഐ ലവ് ഇന്നസെൻറ്റ് ഇങ്ങനൊരു സംഭവമാണ് ഞാൻ കണ്ട്. ഇവിടെ എന്തോ കാവടിയാണോ കേട്ടോ? കാവടി പൂര എന്താ പൂര എന്ത് എവിടുത്തെ പൂര? ആനക്കല്ല് പൂരം കഴിയും. എന്റെ മോനെ എല്ലാരും ഒരേ ഷർട്ട് ഉള്ളേ, എല്ലാരും ഒരേ ഷർട്ട് ഇട്ടിട്ടാ. നൈസ് നൈസ് ഗൈസ്, എല്ലാരും ഒരേ ഷർട്ട് ഇട്ടിട്ട് കൊള്ളാട്ടാ. അല്ല, ഒരു കമ്മ്യൂണിറ്റി ഫുള്ള് ഒരേ ഷർട്ട് ഇടുമ്പോൾ ആ ഒരു ഭംഗിയുണ്ടല്ലോ. ആനക്കല്ല് അവിടുത്തെ എന്തോ പൂര ചമയ സംഭവമാണ്. നേരത്തെ ഞാനോട് ചോദിക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. 10:15 10:30 ആയി. അപ്പോൾ ഫുഡ് കഴിക്കാൻ ബസ് തുടങ്ങി, നല്ലോണം ബസ് തുടങ്ങി കേട്ടോ. ശരിക്കും 10 മണിക്ക് മുന്നേ വീട്ടിൽ കയറാമെന്ന് വിചാരിച്ചതാണ്. വെയിൽ അതികാഠിന്യമാണ്. കഴിഞ്ഞ ഓൾ കേരള ഈ ഒരു സമയത്ത് ചെയ്തത്, മാർച്ച് ആ ഒരു ടൈമിൽ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ചൂട് അതോടുകൂടി ഞാൻ വെന്തുരുക്കി. പിന്നെ ഞാനങ്ങനെ വെയിലത്ത് അങ്ങനെ ഈ ഒരു ടൈമിൽ ഇറങ്ങൽ കുറവാണ്. സോ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകട്ടോ. അങ്ങനെ ആദ്യം നമ്മൾ ആനക്കല്ല് പോകാനെന്നുണ്ടെങ്കിൽ വിചാരിച്ചിട്ടാണ് ഫുഡ് കഴിക്കാൻ. ആനക്കല്ല് തുമ്പയിൽ കഫേ എന്ന് പറഞ്ഞിട്ട് നൂൽ പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കൻ കറിയും കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ അവിടെ അടച്ചു കിടക്കായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ വന്നിട്ട് കുറച്ച് ചപ്പാത്തിയും അതുപോലെ തന്നെ കുറുമക്കറിയും എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു പൊറോട്ട കഴിക്കൊരു മടി ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ കാലറി കയറുന്ന ഒരു സാധനമാണ്. അപ്പോൾ എന്നാലും പക്ഷേ ഭാഗ്യത്തിന് അവിടെ അടച്ചു കിടക്കായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും വേറെ മാർഗ്ഗമൊന്നുമില്ല, ഇത് തന്നെ ഉള്ളൂ. അപ്പോൾ പൊറോട്ട കഴിച്ചില്ല, ചപ്പാത്തി കുറുമക്കറിയും കഴിച്ചു. പിന്നെ അനിയന് ഒരു മസാല ദോശ പാഴ്സൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. സോ ഫുഡ് കഴിച്ചിട്ട് കാണാൻ കഴിച്ചു. ഇപ്പോൾ തന്നെ സമയം ഏകദേശം
10:48 11 മണി ആവാറായി. കുറച്ചധികം നേരമായി കാലത്ത് ഇറങ്ങിയതാണ്. സോ ഫുഡ് കഴിച്ചിട്ട് കാണാട്ടെ, എനിക്ക് ക്ഷമയില്ല ഇനി. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളും കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടാ. ആക്ച്വലി കാലത്ത് എനിക്ക് തോന്നണത് എത്ര മണിക്കാണ്, 7 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. 11 മണിയായപ്പോൾ നമ്മൾ പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് വീട്ടിലെത്തി. യൂഷ്വലി നമ്മളങ്ങനെ ചെയ്യാത്ത വീഡിയോ ആണ്, ഇങ്ങനെ ചെയ്യാത്തതാണ്. വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാൻ നമ്മൾ കൂടുതലും പ്രൊഫഷണലി നമ്മൾ ഈ സൈക്കിളിൻ്റെ റിവ്യൂസും ഓഫ് റോഡ് പോകുമ്പോൾ കാണുന്ന അങ്ങനത്തെ വ്ളോഗുകളൊക്കെയാണ്. ഇങ്ങനെ ഒരു നമുക്ക് സിനിമയിൽ മാത്രം കണ്ട് പരിചയമുള്ള ആൾക്കാരുടെ വീട്ടിൽ പോയി, അങ്ങനെ സിനിമ നടന്മാരുടെ വീട്ടിൽ പോയിട്ട് വീഡിയോ ചെയ്തിട്ടൊന്നും നമുക്ക് പരിചയമില്ല. നമ്മൾ അങ്ങനത്തെ ഒരു സ്റ്റൈലിലല്ല ഇതുവരെ ചെയ്യാറ്. പക്ഷേ നമ്മൾ എന്തായാലും ഇത്ര ദൂരം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണതാണ് ബൈക്ക്. അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു വ്ളോഗാക്കി എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഇതുപോലത്തെ വ്ളോഗ് കൂടുതൽ വേണമെന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഏകദേശം 70 കിലോമീറ്റർ 75 കിലോമീറ്റർ ഓടിച്ചു. ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ആയിട്ട് മറ്റൊരു ചാനലിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഡെയിലി വ്ളോഗിൽ നമ്മൾ വ്ളോഗുകളൊക്കെ പോകുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ സ്റ്റേ ട്യൂൺ ഗൈസ് ഫോർ കിഡിലൻ വീഡിയോസ്. വലിയ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒരു ചെറിയൊരു ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ പ്ലാനിലുണ്ട്. സ്റ്റേ ട്യൂൺ ഫോർ കിഡിലൻ അടിപൊളി വീഡിയോസ്. വേറെ ഒരു പെർസ്പെക്റ്റീവിലൊരു വീഡിയോ ആണ്, നോർമൽ ഒരു വ്ളോഗ് അല്ലാതെ സൈക്കിളിൽ ഉള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. സൈക്കിളല്ല, ബൈക്കിലുള്ളൊരു വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ കാണാം. ബൈ.